യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് യൂറോ യു എസ് ഡിയുടെയും അതുപോലെ GBP USDയുടെയും ഈ വീക്കിലേക്കുള്ള ഒരു അനാലിസിസുമായിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് GBP USD നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു GBP USD ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ ഉള്ളിലാണ് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റേഞ്ചിന്റെ ജസ്റ്റ് ഔട്ടർ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഡിമാൻഡ് മാർക്കറ്റ് മിഡിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ അല്ലാന്നുണ്ടെങ്കിൽ 4 hour ടൈം ഫ്രെയിമിലെ ഒരു മേജർ ലെവൽ ഓഫ് സപ്ലൈ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ മിഡിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാണ്, താഴോട്ടേ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്കുള്ള ഷോർട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഷോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീക്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ലോങ് നോക്കാം. അതുപോലെ ഈ ഒരു ഈക്വൽ ഹൈസ് അതുപോലെ ഈ ഒരു ബൈസ് ലിക്വിഡിറ്റി, ഈ 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് GBP USDയിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു സെറ്റപ്സ്. ഓക്കെ, സോ നമുക്ക് ഇനി വേറെ ടൈം ഫ്രെയിംസിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലിയർ റേഞ്ച് ആണ്. റേഞ്ചിന്റെ ഔട്ടർ വന്നു മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം ഒരു ഡിമാൻഡ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റിന്റെ പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു FVG മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടേക്കുള്ള ഷോർട്ട് നോക്കാം. ഈ ഷോർട്ട് നമുക്ക് ഈ ഒരു ഏരിയ വരെ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോങ്സും പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ മനസ്സിലാക്കാം, ഈ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരിക്കലും ലോങ്സിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു ബിയറിഷ് ലെഗിലാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. സോ ഈ ഒരു ഹൈറ്റും ഈ ലോ വരെ ഇതാണ് ഇപ്പോൾ നമ്മളെ പുതിയ 4 hour ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, സോ ജസ്റ്റ് അത് മൈൻഡിൽ വെക്കുക. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ക്വിക്കായിട്ടൊന്ന് യൂറോ USD ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂറോ USDന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USD ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്കൊരു ബിയറിഷ് മോഡിൽ തന്നെയാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് ഇതൊരു ഈക്വൽ ലോ ആണ് മാർക്കറ്റ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് ഒബ്വിയസ്ലി മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു അപ്പ് മൂവ്മെന്റ് തരിക. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് ഈ ഒരു വീക്ക്ലി ട്രേഡിംഗ് റേഞ്ചിന്റെ ഡിസ്കൗണ്ട് ലെവലിലാണ് ഉള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓവർ കെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 4 hour ടൈം ഫ്രെയിം ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം മാർക്കറ്റ് റീസെന്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഒബിയസ്ലി ഈ ഒരു ലോ ആണ്. സോ നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ തൊട്ടിട്ട് ഫ്രം ഈ ഹൈ തൊട്ടിട്ട് ഇതുവരെയാണ് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 4 hour ടൈം ഫ്രെയിമിലെ റേഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്. സോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ആ ഒരു നിയർ 50% ലെവലുള്ള ഒരു സപ്ലൈ ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ട് റീസെന്റ് മാർക്കറ്റ് ചെയ്യുന്ന താഴോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മേജർ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ റീസെന്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടുന്ന് കാണാൻ പറ്റും, മാർക്കറ്റ് ഈ ഒരു രീതിയിലാണ് പോയത്. മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, മൊമെന്റ് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഷോർട്ടുകൾ പ്ലാൻ ചെയ്യാം ടിൽ ഈ ഒരു ലോ വരെ. ഓക്കെ, സോ ഈ ട്രേഡുകളൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർ കൺഫർമേഷന് ശേഷം ട്രേഡ് എടുക്കണം. അതുപോലെ മേജർ സെഷനിൽ ഇപ്പോൾ ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷൻസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡുകൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ജസ്റ്റ് എന്ത് ചെയ്യാം, മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഈ ഒരു വീക്കിലേക്കുള്ള മേജർ ന്യൂസസ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂസസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കിൽ ഇന്ന് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു FOMC ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ GBPക്ക് ഒരു മേജർ ന്യൂസ് വരുന്നുണ്ട്. നാളെ CPI വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ USDക്ക്
കോർ CPIന്റെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതും ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ ന്യൂസസും കൺസിഡർ ചെയ്യാം. കാരണം മാർക്കറ്റ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ന്യൂസ് നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ചതിന്റെ അഗെയിൻസ്റ്റ് മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂസിന്റെ കാര്യത്തിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് കെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീക്കിലേക്കുള്ള ഔട്ട്ലുക്ക് യൂറോ എസ്റ്റിലും അതുപോലെ GBP/USD. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം എന്ത് ചെയ്യാം, ജസ്റ്റ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.